ലോകത്ത് നിലവിൽ ടെക്നോളജി രംഗത്തും ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുമൊക്കെ ഏറ്റവും ഫാസ്റ്റസ്റ്റായി വളരുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അതാണ് ചൈന. ചൈനയിലെ ഡെവലപ്മെൻറ്റുകളെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ അടക്കമുള്ള മറ്റ് രാജ്യങ്ങൾ ഇനിയും എത്രത്തോളം ഡെവലപ്പ് ആകാനുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. സോ ചൈനയിലെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ചില ടെക്നോളജികളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഡെലിവറി ഡ്രോൺസ്. നമ്മുടെ നാട്ടിലൊക്കെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും കാത്തിരിക്കണമല്ലോ. ബിസി സിറ്റികളിലാണെങ്കിൽ അത് മണിക്കൂറുകൾ വരെയാകും. എന്നാൽ ചൈനയിൽ അത്രയൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വെറും 15 മിനിറ്റിനുള്ളിൽ തന്നെ ഓർഡർ ചെയ്ത ഫുഡ് വീട്ടിലെത്തിക്കുന്ന ഒരു വലിയ ഡ്രോൺ നെറ്റ്വർക്ക് ചൈനയിലുണ്ട്. അതും 1 മിനിറ്റ് പോലും വൈകാതെ കൃത്യസമയത്ത്. മെയ്റ്റുവാൻ എന്ന കമ്പനി മാത്രം ഇതിനോടകം 4.5 ലക്ഷത്തിലധികം ഡെലിവറികൾ ഡ്രോൺ വഴി നടത്തിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. ഈ ഡ്രോണുകൾ കൃത്യമായ റൂട്ടുകളിലൂടെ പറന്ന് പ്രത്യേക ബോക്സുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡെലിവറി പാർട്ട്ണർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പും ഒഴിവാക്കാം. JD.com എന്ന കമ്പനിയുടെ ഡ്രോണുകൾക്ക് 5 മുതൽ 30 കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ കഴിയും. ആകാശത്തെ പിക്കപ്പ് വാൻ എന്നാണ് അവർ ഇതിനെ വിളിക്കുന്നത്. ഇതുവരെ ഫാസ്റ്റ് ഡെലിവറി സൗകര്യം ഇല്ലാതിരുന്ന ഉൾനാടൻ ഗ്രാമങ്ങളെപ്പോലും ഈ ടെക്നോളജി ഇപ്പോൾ നഗരങ്ങളുമായി കണക്ട് ചെയ്യിപ്പിക്കുന്നു. നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ വരുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഡ്രോണുകളുടെ കാര്യം കേട്ട് അത്ഭുതം തോന്നിയെങ്കിൽ ഇതിലും വലിയതാണ് ഓട്ടോണമസ് കാറുകൾ. ചൈനയിൽ ഇന്ന് വിൽക്കുന്ന ഭൂരിഭാഗം പുതിയ കാറുകളിലും അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റങ്ങളുണ്ട്. പല പുതിയ ഇലക്ട്രിക് കാറുകളിലും ലെവൽ 2 അല്ലെങ്കിൽ ലെവൽ 2+ ഫീച്ചറുകൾ വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ കാറുകൾ ഇപ്പോഴും ലെവൽ 2 എത്തുന്നതേയുള്ളൂ എന്ന് നമ്മൾ ഓർക്കണം. ഇതിന് ഒരു ഉദാഹരണമാണ് GU01 എന്ന സ്മാർട്ട് ഇലക്ട്രിക് കാർ. ഇതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് പൂർണ്ണമായും ഡ്രൈവർ ഇല്ലാത്ത വണ്ടിയല്ലെങ്കിലും ഇതിലെ AI സോഫ്റ്റ്വെയറും വോയിസ് കൺട്രോളും വളരെ മികച്ചതാണ്. സിമോ എന്നു പേരുള്ള ഒരു വോയിസ് അസിസ്റ്റൻസ് ഇതിലുണ്ട്. നമ്മൾ ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെ കാറിനോട് സംസാരിച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കാം. കുറഞ്ഞ ദൂരപരിധിയിൽ ഡ്രൈവർ ഇല്ലാതെ തന്നെ കാറിനെ അടുത്തേക്ക് വിളിക്കാനുള്ള സൗകര്യവും ഇതിലുണ്ട്. NVIDIAയുടെ 2 കരുത്തുറ്റ ചിപ്പുകളും ധാരാളം ക്യാമറകളും സെൻസറുകളും ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. നഗരങ്ങളിലെ ട്രാഫിക് സിഗ്നലുകൾ തിരിച്ചറിയാനും തനിയെ പാർക്ക് ചെയ്യാനും ലൈൻ മാറി ഡ്രൈവ് ചെയ്യാനുമൊക്കെ ഈ സിസ്റ്റം കാറിനെ സഹായിക്കും. മറ്റൊരു കാറാണ് BYDയുടെ യങ്വാങ് U8. ഈ SUVയിൽ 4 വീലുകൾക്കും പ്രത്യേകം ഇലക്ട്രിക് മോട്ടോറുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ടാങ്ക് തിരിയുന്നത് പോലെ ഒരേ സ്ഥലത്ത് നിന്ന് വട്ടം ചുറ്റാൻ ഇതിന് സാധിക്കും. ഇടുങ്ങിയ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യാൻ എളുപ്പത്തിന് സൈഡിലേക്ക് മൂവ് ചെയ്യാനും ഇതിന് കഴിയും. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എമർജൻസി ഫ്ലോട്ടിംഗ് സംവിധാനമാണ്. വണ്ടി വലിയ വെള്ളക്കെട്ടിലോ മറ്റോ അകപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ചുനേരം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനും സാവധാനം നീങ്ങാനും ഇതിന് സാധിക്കും. ഇത് വെള്ളത്തിലോടിക്കാനുള്ളതല്ല, മറിച്ച് പ്രളയം പോലുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ളതാണ്. ട്രെയിൻ യാത്രകളുടെ കാര്യത്തിലും ചൈന വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് നടത്തുന്നത്. സാധാരണ ഹൈസ്പീഡ് ട്രെയിനുകൾക്ക് പുറമെ കാന്തിക ശക്തി ഉപയോഗിച്ച് ഓടുന്ന മാഗ്ലെവ് ട്രെയിനുകളും ചൈന ഇപ്പോൾ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മാഗ്ലെവ് സിസ്റ്റത്തിൽ ട്രെയിനുകൾ ട്രാക്കിന് തൊട്ടുമുകളിൽ പൊങ്ങിക്കിടന്നാണ് സഞ്ചരിക്കുന്നത്. ടെസ്റ്റ് റണ്ണിൽ മണിക്കൂറിൽ 600 കിലോമീറ്ററിലധികം വേഗത കൈവരിക്കാൻ ഇവയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ആളുകൾക്ക് സ്ഥിരമായി യാത്ര ചെയ്യാൻ ഇത് തുടങ്ങിയിട്ടില്ലെങ്കിലും വരും കാലത്ത് വലിയ നഗരങ്ങൾ തമ്മിലുള്ള യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കാൻ ഇത്തരം ട്രെയിനുകൾ സഹായിക്കും. അതിനു മുൻപായി നമ്മുടെ വീഡിയോകൾ കാണുന്ന 90% ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് കോണ്ടന്റ്സുകൾ ഇഷ്ടമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അത് നിങ്ങൾ എനിക്ക് തരുന്ന വലിയ സപ്പോർട്ടായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു വരാം. ചൈന വെറും ടെക്നോളജി ഉണ്ടാക്കുക മാത്രമല്ല, അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആളുകളെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ബീജിംഗ് പോലുള്ള നഗരങ്ങളിലെ സ്കൂളുകളിൽ ഇപ്പോൾ തന്നെ AI എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ തുടങ്ങിക്കഴിഞ്ഞു. വെറും 6 വയസ്സുള്ള കുട്ടികൾക്ക് പോലും വർഷത്തിൽ കുറച്ച് മണിക്കൂറുകൾ AI കുറിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ പ്രായത്തിൽ അവരെ വലിയ കോഡിംഗ് ഒന്നുമല്ല പഠിപ്പിക്കുന്നത്, പകരം AI എന്താണെന്നും ചിന്തിക്കേണ്ട രീതികളെക്കുറിച്ചും ഈ ടെക്നോളജി എങ്ങനെ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുമാണ് ക്ലാസുകൾ നൽകുന്നത്. ചില സ്കൂളുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള പഠനങ്ങളും നടക്കുന്നുണ്ട്. ഭാവിയിൽ AI സംവിധാനങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റ് ആകുമ്പോൾ അവയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ പുതിയ തലമുറയെ പ്രാപ്തരാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. കെട്ടിടങ്ങളും റോഡുകളും നിർമ്മിക്കുന്ന കാര്യത്തിലും ചൈന ഇപ്പോൾ വലിയ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്.
ഖനികളിലും റോഡ് നിർമ്മാണ പദ്ധതികളിലുമൊക്കെ ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന വാഹനങ്ങൾ അവർ പരീക്ഷിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഖനികളിലും അതിശക്തമായ തണുപ്പുള്ള സ്ഥലങ്ങളിലും സാധനങ്ങൾ എത്തിക്കാൻ ഇത്തരം സ്വയം നിയന്ത്രിക്കപ്പെടുന്ന ലോറികൾ ഇപ്പോൾ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. GPS, സെൻസറുകൾ, AI സിസ്റ്റങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് ഈ ട്രക്കുകൾ ഡ്രൈവർ ഇല്ലാതെ തന്നെ കൃത്യമായി സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. ഇതുകൂടാതെ മനുഷ്യ സഹായം വളരെ കുറച്ചു മാത്രം ആവശ്യമുള്ള റോഡ് റോളറുകളും ടാർ ചെയ്യുന്ന പാവറുകളും അവർ പരീക്ഷിക്കുന്നുണ്ട്. നിലവിൽ മനുഷ്യരുടെ മേൽനോട്ടത്തിലാണ് ഇവ പ്രവർത്തിക്കുന്നതെങ്കിലും ചൈനയിലെ നിർമ്മാണ മേഖല എത്രത്തോളം വേഗത്തിലാണ് ഓട്ടോമാറ്റിക്കായി മാറുന്നത് എന്ന് ഇത് നമുക്ക് കാണിച്ചു തരുന്നു. ചൈനയിലെ എയർപോർട്ടുകളിൽ പോയാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അവിടുത്തെ ബയോമെട്രിക് സംവിധാനങ്ങളായിരിക്കും. അതായത് മിക്ക പ്രധാന എയർപോർട്ടുകളിലും ചെക്ക് ഇൻ ചെയ്യാനും സെക്യൂരിറ്റി പരിശോധനകൾക്കും ഫ്ലൈറ്റിൽ കയറാനുമൊക്കെ ഫേഷ്യൽ റെക്കഗ്നിഷനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ രേഖകൾ ഓരോന്നായി കാണിച്ച് സമയം കളയാതെ യാത്രക്കാർക്ക് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാം. ബീജിംഗ് ഡാക്സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ടിലൊക്കെ യാത്രക്കാരുടെ തിരക്ക് കുറക്കാൻ നൂറുകണക്കിന് സ്മാർട്ട് ഗേറ്റുകളും ഇത്തരത്തിൽ ബയോമെട്രിക് സിസ്റ്റങ്ങളുമുണ്ട്. എയർപോർട്ടുകൾക്ക് പുറമെ നഗരങ്ങളിലുടനീളം ലക്ഷക്കണക്കിന് സെക്യൂരിറ്റി ക്യാമറകളും ചൈന സ്ഥാപിച്ചിട്ടുണ്ട്. സ്കൈനെറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഈ സംവിധാനം AI ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ട്രാഫിക് നിയന്ത്രിക്കാനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും കുറ്റവാളികളെ കണ്ടെത്താനുമൊക്കെയാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. വലിയ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് പോലും ഒരാളെ തിരിച്ചറിയാൻ കഴിയുന്ന സ്മാർട്ട് ഉപകരണങ്ങൾ അവിടുത്തെ പോലീസിന്റെ കൈവശമുണ്ട്. ഈ സംവിധാനങ്ങൾ അത്രത്തോളം കരുത്തുറ്റതാണെങ്കിലും വ്യക്തി സ്വാതന്ത്ര്യത്തെയും സ്വകാര്യതയെയും ബാധിക്കുമെന്ന കാര്യത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകളും നടക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കാർഡുകൾ സ്കാൻ ചെയ്തോ ഫോൺ ഉപയോഗിച്ചോ ഒക്കെയാണല്ലോ പണമടയ്ക്കുന്നത്. എന്നാൽ ചൈന ഇതിനെയൊക്കെ ഒരു പടി മുൻപോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ കാർഡോ ഫോണോ പോലുമില്ലാതെ നിങ്ങൾക്ക് പണമടക്കാം. അവരിത് ചെയ്യുന്നത് അവരുടെ ഉള്ളം കൈ അഥവാ പാം ഉപയോഗിച്ചാണ്. ഇതൊരു തള്ളായി തോന്നാമെങ്കിലും സംഗതി സത്യമാണ്. ചൈനയിലെ ആളുകൾ ഇപ്പോൾ വെറുതെ കൈ കാണിച്ച് തന്നെ പണമടയ്ക്കുന്നുണ്ട്. വിചാറ്റ് പാം പേ എന്ന ടെക്നോളജി നിങ്ങളുടെ ഉള്ളംകൈയിലെ രേഖകളും നരമ്പുകളും സ്കാൻ ചെയ്താണ് പ്രവർത്തിക്കുന്നത്. ഇത് വിരലടയാളത്തേക്കാൾ സുരക്ഷിതവും വേഗതയുള്ളതുമാണ്. വളരെ കുറഞ്ഞ പിഴവുകൾ മാത്രമുള്ള ഈ സംവിധാനം ഇപ്പോൾ ഷോപ്പുകളിലും യൂണിവേഴ്സിറ്റികളിലും ട്രെയിൻ യാത്രയിലുമൊക്കെ ആളുകൾ ഉപയോഗിച്ചു തുടങ്ങിയത്രേ. താമസിയാതെ തന്നെ ക്യാഷോ കാർഡോ ഫോണോ ഇല്ലാതെ എവിടെയും പണമടയ്ക്കാൻ കഴിയുന്ന ഒരു കാലമാണ് വരുന്നത്. റോബോട്ടിക്സ് രംഗത്തും ചൈന അതിവേഗത്തിലാണ് മുന്നേറുന്നത്. യൂണിട്രിയുടെ G1 ഹ്യൂമനോയിഡ് റോബോട്ട് ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. ഏകദേശം 1.3 മീറ്റർ ഉയരവും 35 കിലോഗ്രാം ഭാരവുമുള്ള ഈ റോബോട്ടിന് നടക്കാനും ഓടാനും ചാടാനും മാത്രമല്ല കരാട്ടയും മറ്റും പോലുള്ള ആയോധന കലകൾ കാണിക്കാനും സാധിക്കും. കൃത്യമായ മോട്ടോർ കൺട്രോളും ബാലൻസിങ്ങും ഉള്ളതുകൊണ്ടാണ് ഇതിന് വീഴാതെ ഇത്തരം മൂവ്മെന്റ്സുകൾ ചെയ്യാൻ കഴിയുന്നത്. ചെറിയ ജോലികളൊക്കെ ഇത് സഹായിക്കുമെങ്കിലും നിലവിൽ ഇതൊരു വീട്ടുജോലിക്കാരൻ എന്നതിലുപരി പുതിയ പരീക്ഷണങ്ങൾക്കും പഠനങ്ങൾക്കുമായുള്ള ഒരു മോഡലായാണ് കണക്കാക്കപ്പെടുന്നത്. മറ്റു റോബോട്ടുകളെ അപേക്ഷിച്ച് ഇതിന് വിലയും കുറവാണ്. ഇനി നമുക്ക് റോബോട്ട് നായകളെ നോക്കാം. ഈ നായകളെ നമ്മളിൽ പലരും പല ഷോകളിലും മറ്റും നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടിട്ടുണ്ടാകും. യൂണിട്രിയുടെ തന്നെ ഗോ സീരീസിലുള്ള റോബോട്ട് നായകളെ ഖനികളിലും മറ്റ് പരിശോധനകൾക്കുമായാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ക്യാമറകളും സെൻസറുകളും ഉപയോഗിച്ച് കല്ലും മണ്ണും നിറഞ്ഞ കടുപ്പമേറിയ വഴികളിലൂടെ ഓടാനും മലക്കമറിയാനും ഇവയ്ക്ക് സാധിക്കും. ലോകമെമ്പാടുമുള്ള പോലീസും എമർജൻസി ടീമുകളും ഇപ്പോൾ ഇത്തരം റോബോട്ടുകളെ ഉപയോഗിക്കുന്നുണ്ട്. ഏഷ്യൻ ഗെയിംസ് പോലുള്ള വലിയ പരിപാടികളിലും സാധനങ്ങൾ എത്തിക്കാനും മറ്റുമായി ഈ റോബോട്ട് നായകളെ ചൈന പ്രദർശിപ്പിച്ചിരുന്നു. ഇതുകൂടാതെ മനുഷ്യരെ പോലെ തന്നെ തോന്നിക്കുന്ന ആൻഡ്രോയിഡ് റോബോട്ടുകളും ചൈന വികസിപ്പിക്കുന്നുണ്ട്. വലിയ ചിലവ് വരുന്ന ഇത്തരം റോബോട്ടുകളെ നിലവിൽ മ്യൂസിയങ്ങളിലും ഹോട്ടലുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമാണ് ഉപയോഗിക്കുന്നത്. ചില റോബോട്ടുകളെ പ്രശസ്തരായ ചരിത്ര പുരുഷന്മാരുടെ രൂപത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. AI ഉപയോഗിച്ച് അവർക്ക് സ്വന്തം ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും സാധിക്കും. നിലവിൽ ഇവ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രമേ നിർമ്മിക്കുന്നുള്ളൂ എങ്കിലും ഈ ടെക്നോളജി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ചികിത്സാ രംഗത്തും ഡോക്ടർമാരെയും നഴ്സുമാരെയും സഹായിക്കാൻ ചൈനയിൽ ഇപ്പോൾ വലിയ രീതിയിൽ AI ഉപയോഗിക്കുന്നുണ്ടത്രേ. അതിൽ ഏറ്റവും രസകരമായ ഒന്നാണ് ഞരമ്പ് കണ്ടെത്തുന്ന റോബോട്ടുകൾ അഥവാ വെയിൻ ഫൈൻഡിങ് റോബോട്ട്സുകൾ. രക്തം എടുക്കുമ്പോഴോ മറ്റോ ഞരമ്പ് കിട്ടാതെ വരുന്നത് ഒഴിവാക്കാൻ വേദനയില്ലാതെ
കൃത്യമായി ഇത് ചെയ്യാൻ ഈ റോബോട്ടുകൾ സഹായിക്കും. അതുപോലെ ഹോസ്പിറ്റലുകളിലെ വാർഡുകളിൽ മരുന്നുകളും മറ്റ് സാധനങ്ങളും എത്തിക്കാൻ സ്വന്തമായി സഞ്ചരിക്കുന്ന റോബോട്ടുകളെ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ജോലികൾ എളുപ്പമാക്കാനും കാര്യങ്ങൾ വേഗത്തിൽ നടപ്പാക്കാനും സഹായിക്കുന്നു. മറ്റൊരു കാര്യം, ദൂരെയുള്ള രോഗികളെ റോബോട്ടിൻ്റെ സഹായത്തോടെ ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യുന്നതാണ്, അഥവാ റിമോട്ട് റോബോട്ടിക് സർജറി. ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് നൂറുകണക്കിന് കിലോമീറ്റർ അകലെ ഇരുന്ന് പോലും ഡോക്ടർമാർക്ക് ഇത് ചെയ്യാൻ സാധിക്കും. കൂടാതെ സ്കാൻ റിപ്പോർട്ടുകളും മറ്റും പരിശോധിച്ച് രോഗങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന AI സിസ്റ്റങ്ങളും അവിടുത്തെ ആശുപത്രികളിലുണ്ട്. ഇതൊന്നും ഡോക്ടർമാർക്ക് പകരമാകാനല്ല, മറിച്ച് അവരെ സഹായിക്കാനും ഒരേ സമയം ഒരുപാട് രോഗികളെ വേഗത്തിൽ പരിശോധിക്കാനുമാണ് ഉപയോഗിക്കുന്നത്. കൃഷിപ്പണികളിലും ചൈന ഇപ്പോൾ വലിയ രീതിയിൽ AI ഉപയോഗിക്കുന്നുണ്ട്. DJI അഗ്രസ് പോലെയുള്ള കാർഷിക ഡ്രോണുകൾ ഉപയോഗിച്ച് വിളവുകൾക്ക് മരുന്നടിക്കാനും വിത്തുകൾ വിതറാനും പാടങ്ങൾ നിരീക്ഷിക്കാനും സാധിക്കും. ഈ ഡ്രോണുകൾക്ക് പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ ജോലി ചെയ്യാനും കഴിയും. മാത്രമല്ല, കൃത്യമായ അളവിൽ മാത്രം മരുന്ന് തളിക്കുന്നത് കൊണ്ട് അനാവശ്യമായ കെമിക്കൽ വേസ്റ്റ് ഒഴിവാക്കാനും സാധിക്കുന്നു. ഇതുകൂടാതെ പരുത്തി കൃഷിക്കായുള്ള റോബോട്ടുകളും GPS സഹായത്തോടെ പ്രവർത്തിക്കുന്ന വിതയ്ക്കാനുള്ള മെഷീനുകളും വിളവെടുപ്പ് സംവിധാനങ്ങളും ചൈന ഉപയോഗിക്കുന്നുണ്ട്. കുറഞ്ഞ തൊഴിലാളികളെ വെച്ച് തന്നെ വലിയ കൃഷിയിടങ്ങൾ ലാഭകരമായി കൊണ്ടുപോകാൻ ഈ യന്ത്രങ്ങൾ സഹായിക്കുന്നു. ഭക്ഷണ ഉൽപ്പാദനം കൂട്ടാനും പണിക്കൂലി കുറയ്ക്കാനും സ്മാർട്ട് ഫാമിംഗ് വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ഏതായാലും ഇക്കൂട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ നാട്ടിൽ ഏറ്റവും പെട്ടെന്ന് കൊണ്ടുവരേണ്ട ഇന്നോവേഷൻ ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ഇന്നോവേഷനുകളെല്ലാം നമ്മുടെ ഇന്ത്യയിലും കൊണ്ടുവന്നാൽ എന്തായിരിക്കും ഫ്യൂച്ചർ എന്നും കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.